ഹലോ എവരിവൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC പുതുതായിട്ട് നോട്ടിഫൈ ചെയ്ത കേരള വാട്ടർ അതോറിറ്റി ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 തസ്തികയെ പറ്റിയാണ്. ഈ കഴിഞ്ഞ ഡിസംബർ 31 തീയതിയാണ് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1ൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 481/2020 കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് നിയമനം. 27,100 രൂപ മുതൽ 63,200 രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ. റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 10 വേക്കൻസിയാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 3/2/2021 ആണ്. 2021 ഫെബ്രുവരി 3 തീയതിയാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് 19 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. SC/ST വിഭാഗക്കാർക്കും OBC വിഭാഗക്കാർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും. SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും OBC വിഭാഗക്കാർക്ക് 3 വർഷവും. ഇനി ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഈ പോസ്റ്റിന് PSC നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഇനി പറയുന്നവയൊക്കെയാണ്. 1. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഗിണ്ടിയിൽ നിന്നുള്ള അപ്പർ സബോർഡിനേറ്റ് ഡിപ്ലോമ, അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള സിവിൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, അഥവാ ഗവൺമെൻറ് അതിന് ഈക്വലൻ്റ് ആണ് എന്ന് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഡിപ്ലോമ. അതല്ലെങ്കിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഗിണ്ടിയിൽ നിന്നുള്ള ലോവർ സബോർഡിനേറ്റ് ഡിപ്ലോമ. ഇതുകൂടാതെ കോഴിക്കോട്, തൃശ്ശൂർ, കളമശ്ശേരി ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് സിവിൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ലൈസൻസ് കോഴ്സ് പാസ്സായിട്ടുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള കോഴ്സ് ചെയ്തവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. കൂടാതെ BTech മെക്കാനിക്കൽ പഠിച്ചവർക്കും BTech സിവിൽ പഠിച്ചവർക്കും ഹയർ ഓർ ഇക്വലൻ്റ് ഓപ്ഷൻ വഴി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ KWA ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 പോസ്റ്റിൻ്റെ ലാസ്റ്റ് അപ്പോയിൻറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് ഇതുപോലെയാണ്. 238/2010 ആയിരുന്നു കാറ്റഗറി നമ്പർ. 31/8/2010 നോട്ടിഫിക്കേഷൻ വന്നത്. 2010 ആഗസ്റ്റിലാണ് ഇതിൻ്റെ ലാസ്റ്റ് ടൈം നോട്ടിഫിക്കേഷൻ വന്നത്. 7,657 പേരാണ് അന്ന് അപ്ലൈ ചെയ്തത്. OMR എക്സാം നടന്നത് 2013 സെപ്റ്റംബർ 25 തീയതിയാണ്. ലാസ്റ്റ് ടൈം വന്ന കട്ട് ഓഫ് മാർക്ക് 37 മാർക്കായിരുന്നു. മാക്സിമം സ്കോർ ചെയ്ത മാർക്ക് 67.33 മാർക്കാണ്. കഴിഞ്ഞ ലിസ്റ്റ് നിലവിൽ വന്നത് 4/4/2016 2016 ഏപ്രിലാണ് കഴിഞ്ഞ ലിസ്റ്റ് നിലവിൽ വന്നത്. ടോട്ടൽ 190 അഡ്വൈസ് ലാസ്റ്റ് ടൈം ഈ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെയും ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെയും സബ്ജക്റ്റാണ് സിലബസിൽ വരുന്നത്. 50% ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നും 50% ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്നുമായിരിക്കും ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെയും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെയും ഡിപ്ലോമ സബ്ജക്ട്സാണ് സിലബസിൽ വരുന്നത്. അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. 3/2/2021 ലാസ്റ്റ് ഡേറ്റ്. ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. താങ്ക് യു.